എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു കോട്ട് കോളർ നൈറ്റിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോട്ട് കോളർ നൈറ്റി ഒരുപാട് പേര് റിക്വസ്റ്റ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് കോട്ട് കോളർ കുർത്തിയിലും നൈറ്റിയിലും കട്ടിങ് ഒരേ രൂപത്തിൽ വരുന്ന തരത്തിലുള്ളതാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കുക, ഇത് തയ്ച്ച് കഴിഞ്ഞ കുർത്തിയാണ് ഈ കാണിക്കണത്. അപ്പോൾ ഇതിൽ നോക്കുക, നമ്മൾ കോളർ എങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റിംഗ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിത് ഫുൾ ഫ്രണ്ട് ഓപ്പൺ ആണ്. ഫുൾ ഫ്രണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് കുർത്തിക്കും കറക്റ്റായിട്ട് ചെയ്യാം. ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള കുർത്തിക്ക് ഇതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ പ്രധാന ഭാഗം ഇതാണ്. ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ള ഈ ഒരു പാനൽ നമ്മൾ ഈ ഒരു വീതിയിൽ വെച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. താഴത്തേക്ക് പിന്നെ നമ്മൾ ബട്ടൺസ് വയ്ക്കാനുള്ള ആ പട്ടി ഒരു 2 ഇഞ്ച് വീതിയുള്ള പട്ടിയാണ് വെക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് സൈഡിലും, ഫ്രണ്ടിലെ 2 സൈഡിലുള്ള ഈ പാനലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോൾ അത് നമുക്ക് ഈ വീതി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ ഉള്ളത് മുഴുവൻ പ്രസ് ബട്ടണാണ്. സൈസ് ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾ ഷോൾഡർ 15 ഇഞ്ചാണ്, ചെസ്റ്റ് 40 ഇഞ്ച്, ആം ഹോൾ 9, ലെങ്ത്ത് ഫുൾ ലെങ്ത്താണ്, തുണി 3 മീറ്ററിൻ്റെ ആണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നൈറ്റി എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ നമ്മൾ 4ആയി മടക്കിയിട്ടുള്ള തുണിയാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ് 8 ഇഞ്ചിൽ, മുകളിലും അതേപോലെ തന്നെ താഴെയും 8 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ 8 ഇഞ്ച് ആം ഹോളിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുക, അതായത് ചെസ്റ്റ് ലൈനാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് ചെസ്റ്റ് 10 ഇഞ്ചാണ്. ചെസ്റ്റ് 10 ഇഞ്ചിൽ ചെസ്റ്റ് മാർക്ക് ചെയ്യുക. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് ലൈനാക്കി മാറ്റുക, ആ 2 ഭാഗം ഒന്ന് ലൈനാക്കി മാറ്റുക. അതിനുശേഷം നമ്മളിതിൽ ഷോൾഡർ സ്ലോപ്പ്, ഇതിൽ നമുക്ക് 1 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം, കാരണം കോളർ ആയതുകൊണ്ട് 1 ഇഞ്ച് കൊടുക്കണം. നെക്ക് വിഡ്ത്ത് നമ്മൾ 2.25 ഇഞ്ച് നെക്ക് വിഡ്ത്ത് കൊടുക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രധാന കാര്യം, ഫ്രണ്ടും ബാക്കും നമ്മൾ രണ്ടും വേറെ വേറെയാണ് ഇതിൽ കട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ ആം ഹോളും അതുപോലെ ഷോൾഡർ സ്ലോപ്പും വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേസ്റ്റ്, ഇവിടുന്ന് ഒരു 6.5-യിൽ വേസ്റ്റ് മാർക്ക് ചെയ്യുക. 9.5 ഇഞ്ച് വീതി നമ്മൾ മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഹിപ്പാണ്, അവിടുന്ന് ഒരു 6.5 തന്നെ താഴത്തേക്ക് വയ്ക്കുക. അതല്ലെങ്കിൽ മുകളിൽ നിന്ന് 22 ഇഞ്ച് വരുന്ന ഒരു സൈസ്, അത് നമ്മൾ 11.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഹിപ്പ് കർവ് ഉപയോഗിച്ചിട്ട് ഇത് ഷേപ്പ് വരയ്ക്കുക കറക്റ്റായിട്ട്. നേരെ താഴത്തേക്കും ഹിപ്പ് കർവ് ഉപയോഗിച്ചിട്ട് തന്നെ ഷേപ്പ് ചെയ്ത് ഏറ്റവും അടിഭാഗത്തേക്ക് അവിടെ ഷേപ്പ് ചെയ്ത് മുട്ടിക്കുക. അത് അല്ല, ഹിപ്പ് കഴിഞ്ഞിട്ടുള്ള ഭാഗം നമ്മൾ നൈറ്റിയിൽ എപ്പോഴും വീതി കൂട്ടി കൊടുക്കണം, കാരണം സ്ലിറ്റ് വരാത്തതായതുകൊണ്ട് നമ്മൾ അത് കൂട്ടി കൊടുക്കുക. അവിടെ വേറെ ഒന്നും നോക്കാതെ, അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റായി മാറും. ഇനി നമ്മൾ സ്ലീവാണ് ചെയ്യുന്നത്. സ്ലീവിന് നോക്കുക, ഇതുപോലെ 7 ഇഞ്ചിൽ സ്ലീവിന് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 3 ഇഞ്ച് സ്ലീവിൻ്റെ സ്ലോപ്പ് മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടുന്ന് ചെരിച്ച് 9.5 ഇഞ്ച് എവിടെയാണോ ആ 3ലേക്ക് മാർക്ക് മുട്ടണത് അവിടെ ഇതുപോലെ മാർക്ക് ചെയ്യുക. അതിനൊന്ന് ലൈനാക്കി മാറ്റുക. ഇവിടെ നമ്മൾ 7.5 ഇഞ്ച് ആണ് സ്ലീവ് ഓപ്പണിങ് വയ്ക്കുന്നത്, തയ്യൽ തുമ്പടക്കം. മാർക്ക് ചെയ്യുക, ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നൈറ്റ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഏറ്റവും ആദ്യം തന്നെ സ്ലീവാണ് നൈറ്റിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്. സ്ലീവ് എല്ലാവരും ഏറ്റവും അവസാനമാണ് കട്ട് ചെയ്യുക, പക്ഷേ നൈറ്റിയിൽ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ പകുതി പണി തീർന്നു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ, ഞാൻ പറഞ്ഞു, ഫ്രണ്ടും ബാക്കും നമ്മൾ വേറെ വേറെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇനി നമ്മൾ ഈ പീസിനെ 2ആക്കി മാറ്റണം. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് 2ആക്കുക. ഇത് ഓൾറെഡി നടു മടക്കി 4ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ നേരെ നടു കട്ട് ചെയ്ത് 2 പീസാക്കി മാറ്റി ഒരു പീസിനെ മാറ്റി വയ്ക്കുക നമ്മൾ. കാരണം ഇതിൽ നമ്മൾ ഏറ്റവും ആദ്യം കട്ട് ചെയ്യണത് ബാക്ക് പാനലാണ്, ഫ്രണ്ട് പാനൽ നമ്മൾ 2ാമതാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ഇത് നോക്കുക, ഇത് നമ്മുടെ ബാക്ക് പാനലാണ്. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ബാക്ക് പാനലിൻ്റെ സൈസാണ്. ഇപ്പോൾ ബാക്ക് പാനൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് ഇതിൽ ഫ്രണ്ട് പാനൽ കട്ട് ചെയ്യാൻ. അപ്പോൾ ഇനി ആദ്യം തന്നെ നമുക്ക് ഈ പീസ് കൊണ്ട് കട്ട് ചെയ്തെടുക്കുക.
ഷോൾഡർ സ്ലോപ്പും കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് പാനലിൻ്റെ ഈ തുണിയെ എടുക്കുക. തുണി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ബാക്ക് പാനൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ മടക്കിയിട്ടുള്ള ഭാഗമുണ്ട് ബാക്ക് പാനൽ ഫ്രണ്ട് പാനലിൻ്റെ, അവിടുന്ന് നമ്മൾ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ ബാക്ക് പാനൽ വെക്കാൻ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫ്രണ്ട് പാനൽ ബാക്ക് പാനലിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ നീളം വെക്കണം. കാരണം നമുക്ക് ബട്ടൺസ് വെക്കാനുള്ള ആ ബെൽറ്റിൻ്റെ ഭാഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യണത്, ബട്ടൺസ് വെക്കാനുള്ള പട്ടി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ 1 ഇഞ്ച് കൂടി വിട്ടിട്ട് ഇതുപോലെ വെക്കുക. കറക്റ്റായിട്ട് ബാക്ക് പീസ് ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 1 ഇഞ്ച് നടുക്കുന്ന് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ടും ബാക്കും സ്ലീവും അടക്കം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഫ്രണ്ട് പീസിനെ നമ്മൾ നേരെ നടു കട്ട് ചെയ്ത് 2ആക്കി മാറ്റണം. ബട്ടൺസ് വെക്കാനുള്ള 2 പട്ടിയും വെച്ച് അടിക്കണം. അവിടെ തന്നെയാണ് നമ്മൾ നെക്കിൻ്റെ ഭാഗം വെച്ച് തയ്ക്കാനുള്ളത്. അപ്പോൾ ഇതിനെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് 2ആക്കി മാറ്റുക. ഇനി നമുക്ക് ഈ പട്ടി കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ തന്നെ ഇപ്പോൾ കട്ട് ചെയ്ത വേസ്റ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ പീസ് കിട്ടും നമുക്ക് കട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് വീതിയിൽ നേരെ നീളത്തിൽ നമുക്ക് ഒരു 4 പീസ് മിനിമം കിട്ടണം. അപ്പോൾ ആ നീളം കണക്കാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇഷ്ടംപോലെ കിട്ടും. നമ്മൾ 2 സെറ്റ് നിന്ന് കട്ട് ചെയ്തെടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, അത് 2 ഇഞ്ച് വീതിയാണ്. 2 ഇഞ്ച് വീതിയിൽ നമ്മൾ പീസുകൾ കട്ട് ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പാനലിൽ നമ്മൾ ആ മഞ്ഞ കളറിലുള്ള പീസ് കൊടുത്തിട്ടുള്ളതിൻ്റെ നീളവും വീതിയും നോക്കാം. ഇത് നോക്കുക, 13 ഇഞ്ച് നീളവും 5 ഇഞ്ച് വീതിയിലുള്ള 2 പീസാണ് 2 സൈഡിലേക്കും വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് പാർട്ട് ഫുൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പീസിൽ ഈ പട്ട വെച്ച് തയ്ക്കണം. അപ്പോൾ അതിന് നോക്കുക, 2 ഇതുപോലെ വെച്ചാൽ വരുന്ന രീതിയിൽ വേണം നമുക്ക് ജോയിൻ ചെയ്യാൻ. 2ൻ്റെയും ഒരേ സൈഡിലേക്ക് വേണം ഇത് വരാൻ. അപ്പോൾ 2 പീസിൻ്റെയും ഉൾഭാഗത്തേക്ക് വരുന്ന സൈഡിൽ വെച്ചിട്ട് ഇത് നമുക്ക് തയ്ക്കണം. അപ്പോൾ നോക്കുക, ഇത് തുണി 2 സൈഡ് ഞാൻ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഈ ഓവർലോക്ക് ചെയ്യാത്ത സൈഡിൽ വേണം നമുക്ക് ഇതുപോലെ വെച്ച് തയ്ക്കാൻ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ സെൽവെഡ്ജിൻ്റെ ഭാഗം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഉൾഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് സെൽവെഡ്ജ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ തന്നെ വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ഇത്രയുള്ള പണി. ഇനി ഇത് നേരെ നമ്മുടെ ഫ്രണ്ട് പാനലിൽ വെച്ച് ജോയിൻ ചെയ്യാണ്. 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നേരെ ഇതുപോലെ വെച്ച് ഇവിടെ തയ്ച്ച് ജോയിൻ ചെയ്യുക. 2 പീസിലും ഇതേപോലെ വെച്ചിട്ട് ജോയിൻ ചെയ്യുക. ഇതുപോലെ വെച്ചിട്ട് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ മടക്കിയിട്ട് അതിൽ കൂടെ ഒന്നുകൂടി തയ്ച്ചു കൊടുക്കുക.
അപ്പോൾ ആ തയ്യൽ തുമ്പ് കൂടിയും കറക്റ്റ് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇത് തിരിച്ച് മടക്കിയിട്ട് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ മഞ്ഞ നൂലിൻ്റെ സെയിം കളറിലുള്ള നൂലിട്ടിട്ട് വേണം തയ്ക്കാൻ. അത്രമാത്രമേ അത് ശ്രദ്ധിക്കാനുള്ളൂ. ഏത് തുണിയാണോ നമ്മൾ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ ഇത് നൂലിട്ടിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ഇതിനെ നേരെ അങ്ങോട്ട് മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്യാം. ഇതുപോലെ മടക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി തയ്ക്കണമെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ നമ്മൾ തയ്ക്കണില്ല. കാരണം ഇത് ഓൾറെഡി നമ്മൾ പ്രസ് ബട്ടണാണ് വെക്കുന്നത്. അപ്പോൾ പ്രസ് ബട്ടൺ വെക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ലോക്കായിക്കോളും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തയ്ക്കാത്തത്. പിന്നെ ആ വലിയ പീസിൻ്റെ സൈഡ് എന്തായാലും നമ്മൾ ഓവർലോക്ക് ചെയ്ത സൈഡ് നമ്മൾ ഒന്ന് ഹെം ചെയ്ത് കൊടുക്കണം അതിൽ. അപ്പം അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കാണിക്കണില്ല. നമ്മൾ ആ അപ്പുറത്ത് ആ പീസ് അറ്റാച്ച് ചെയ്ത് അതേപോലെ തന്നെയാണ് ഇത് ചെയ്യണത്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ രണ്ട് പീസും സ്റ്റിച്ച് ചെയ്ത രണ്ട് പീസും ഇതുപോലെ എടുക്കുക. ഇതുപോലെ എടുത്തിട്ട് ഓപ്പോസിറ്റായിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വയ്ക്കുക. ഇതുപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ചിട്ട് നമുക്ക് നെക്കിൻ്റെ വിഡ്ത്തും ഡെപ്തും മാർക്ക് ചെയ്യുക അതിൽ. അപ്പോൾ ഇതിൽ നോക്കുക, നമ്മൾ 2.25 ഇഞ്ചാണ് സാധാരണ നമ്മൾ നെക്കിൻ്റെ വീതി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 3/4 ഇഞ്ച് നമുക്കിവിടെ പട്ടി വെച്ചിട്ടുള്ളത് കൊണ്ട് 3.5 ഇഞ്ച് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള വീതി 3.5 ഇഞ്ചിൽ നമ്മളിവിടെ വീതി മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡെപ്ത്ത് നമ്മൾ 3.25 ഇഞ്ച് ഡെപ്ത്ത് മാർക്ക് ചെയ്യുക. ഇനി ഇതിനെ ഷേപ്പാക്കി കൊടുക്കുക. ഷേപ്പാക്കി കട്ട് ചെയ്തെടുക്കുക. സെയിം ഇതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് പീസ് എടുക്കുക. ബാക്ക് പീസിൽ നമ്മൾ ഫ്രണ്ട് പീസിൽ കട്ട് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യാസം ഉണ്ട്. കാരണം നമ്മൾ 2.25 ഇഞ്ച് വീതിയും 1 ഇഞ്ച് ഡെപ്ത്ത് മാത്രം കൊടുത്തിട്ട് കട്ട് ചെയ്യുക. നമ്മൾ ഫ്രണ്ടിൽ എക്സ്ട്രാ ആ പട്ടിയുടെ വീതി ഉള്ളതുകൊണ്ടാണ് ഫ്രണ്ടിൽ നമുക്ക് 3.5 ഇഞ്ച് വെക്കേണ്ടി വന്നത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ 2.25 1 ഇഞ്ച് ഡെപ്തും കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നോക്കുക, ഇനി അടുത്ത പണി ഒന്ന് ശ്രദ്ധിക്കേണ്ട പണിയാണ്. ഇതിനെ ഇതുപോലെ മടക്കുക. കറക്റ്റായിട്ട് നമ്മൾ പുറത്തേക്ക് ഇങ്ങോട്ട് മടക്കുക. ഇതിനെ ആ സ്റ്റിച്ചിങ് ലൈനും കൂടെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ ലൈനിൽ നിന്ന് ഇതേപോലെ മടക്കുക. മടക്കിയിട്ട് ഇവിടെ 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. മിനിമം നമുക്ക് ഈ ഒരു 1.25 ഇഞ്ച് വീതി കൊടുക്കണം കോളറിന്. എന്നിട്ട് ഇതുപോലെ 4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതിലങ്ങോട്ട് തയ്ക്കുക. ആ മാർക്ക് ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ തയ്ക്കുക. ഇതിലോട്ട് അങ്ങനെ കട്ട് ചെയ്യുക. അവിടെ നമുക്ക് തുണി ഇവിടെ അങ്ങനെ കട്ട് ചെയ്യുക കറക്റ്റായിട്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ കട്ടാവണം. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ ഇങ്ങോട്ട് തിരിച്ച് മടക്കുക പുറത്തേക്ക്. അപ്പോൾ ആ മൂല കോർണർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കത്രിക കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾ കൊണ്ടൊന്ന് കുത്തി കറക്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ മൂല കറക്റ്റായിട്ട് കിട്ടി. ഇതേ സെയിം പണി തന്നെ നമ്മൾ മറ്റേ നെക്കിലും ചെയ്യുക. കണ്ടോ, അപ്പോൾ ഇങ്ങനെ ആണ് നമുക്ക് കോട്ട് കോളർ വരിക. ഈ ഒരു ഷേപ്പ് കണ്ടില്ലേ, ഈ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ സൈഡ് കൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. കാരണം അതവിടെ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആവശ്യമില്ല ശരിക്ക്, പക്ഷേ ഒന്ന് തയ്ച്ചു കൊടുക്കുക. കാരണം ആദ്യമായിട്ടൊക്കെ തയ്ക്കുമ്പോൾ അതൊന്ന് അങ്ങനെ തയ്ച്ചു വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇനി നോക്കുക, ഇനി 2 പീസും നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി നേരെ ബാക്ക് പീസ് വെച്ച് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുക. അതിൻ്റെ 1/2 ഇഞ്ച് വീതിയിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുക. നോക്കുക, നമ്മൾ 2 സൈഡും ഷോൾഡറും ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു.
ഇനി നമുക്ക് ഇതിൻ്റെ കോളറിൻ്റെ ലെങ്ത്ത് എത്ര വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കുക, ഇങ്ങനെ വെച്ചതിന് ശേഷം നേരെ ഈ രണ്ട് തലയും കൂട്ടിയിട്ട് കണ്ടുപോകുക. ഇതാണ് നമ്മൾ കോട്ട് കോളറിന് പറഞ്ഞ ഷേപ്പ്. ജസ്റ്റ് ഇങ്ങനെ മടക്കുക, നേരെ നടു മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അളക്കണം. അപ്പോൾ 4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് അളക്കുക. 4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് അങ്ങനെ അളന്ന ഒരു 7 ഇഞ്ചിൻ്റെ ഒരു പോയിൻ്റ് കുറവാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ 7 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്യുക. വലിച്ചു പിടിച്ച് അളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നോക്കുക, നമ്മൾ ക്യാൻവാസ് എടുത്തിട്ടുള്ളത് നോക്കുക, ഒരു 4.5 ഇഞ്ച് വീതിയും 16 ഇഞ്ച് നീളമുള്ള പേപ്പർ ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത്. അത് മടക്കി വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലൈനൊന്ന് സ്ട്രൈറ്റ് ചെയ്യുക. ഇനി നോക്കിയാൽ നമ്മൾ ഈ മടക്കിയിട്ടുള്ള ഭാഗത്തിന് ആദ്യം 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മുടെ കോളറിൻ്റെ ഫുൾ ലെങ്ത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ 7 ഇഞ്ചിൽ നിന്ന് ഇതുപോലെ സെറ്റ് സ്ക്വയർ വെച്ചിട്ടൊന്ന് കറക്റ്റ് സ്ക്വയർ ചെയ്യുക. ആ സൈഡ് സ്ക്വയർ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഒരു 1.25 ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 2 ഇഞ്ചിൽ രണ്ടാമത്തെ മാർക്കിങ്ങും ചെയ്യുക. അതായത് 3.25 ഇഞ്ചിൽ ടോട്ടൽ മാർക്ക് അവിടെ ചെയ്യുക. ആ സെയിം മാർക്ക് തന്നെ നമ്മൾ ഈ സൈഡിലും ചെയ്യുക 3.25 ഇഞ്ചിൽ. ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻ ആക്കുക അതിന്. അതിനുശേഷം ഈ കർവ് ടൂൾ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക. കാരണം നമ്മളിവിടെ ആദ്യം വരച്ചിട്ടുള്ള 3 ഇഞ്ചിലേക്ക് ഇതേപോലെ കർവ് ഷേപ്പ് ആക്കുക. ഈ സൈഡിലൊരു 1/2 ഇഞ്ചിൻ്റെ ഇങ്ങനെ ഒരു മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മുകളിലത്തെ മൂലയ്ക്കൽ നിന്ന് ഇങ്ങനെ ഇവിടേക്ക് അതൊരു ഷേപ്പാക്കി കൊണ്ടുവരും കറക്റ്റ്. നമ്മൾ കറക്റ്റ് ആ 1/2 ഇഞ്ച് താഴ്ത്തിട്ടുള്ള ഭാഗത്തേക്ക് മാർക്ക് ചെയ്യുക. ഇനി ഇതിനെ ഒന്ന് അളന്ന് നോക്കുക. ആ 7 ഇഞ്ചിൽ വരണോടത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ചെറിയൊരു ചെരിഞ്ഞ ലൈൻ കിട്ടും. നമുക്ക് ഇങ്ങനെ ഒന്ന് ചെരിച്ച് വരയ്ക്കുക. ഇത്രയും ചെരിവാണ് നമുക്ക് അവിടെ ആവശ്യമുള്ളൂ ആ കോളറിന്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കോളർ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് തുണിയിൽ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കോളർ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നോക്കി ഞാൻ 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണത്തിൽ ഫുള്ളായിട്ട് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ നമ്മൾ ഇപ്പോൾ നേരത്തെ കട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളതിൻ്റെ ഇതുപോലെ വെച്ച് തയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് നോക്കുക, നമ്മൾ ഈ ഒരു പീസിൻ്റെ നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ടുള്ളതിൻ്റെ അടിഭാഗം ഇതുപോലെ മടക്കി തയ്ക്കുക. ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള കോളർ. അപ്പോൾ ഇതിനെ ഒന്ന് മടക്കി അടിഭാഗം മടക്കി തയ്ക്കുക. സാധാരണ നമ്മൾ ചെയ്യാറുള്ള സെയിം സംഭവം തന്നെ. അപ്പോൾ ഇതുപോലെ ചെയ്യുക. ഇതിന് ശേഷം നോക്കുക, ഇങ്ങനെ നമ്മൾ ഈ 3 സൈഡ് വെച്ച് തയ്ക്കുക. അപ്പോൾ ഈ മൂല കിട്ടാൻ വേണ്ടിയിട്ട് ഈ മൂലയ്ക്ക് നമ്മൾ ഒരു നൂല് കയറ്റി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ 2 മൂലയ്ക്കലും ഇതുപോലെ ഒരു നൂല് കഷ്ണം കയറ്റി കൊടുക്കുക. ആ അവിടെ തറാവുമ്പോൾ വേണം നമ്മൾ നൂല് കയറ്റി കൊടുക്കാൻ. അവിടെ നൂലങ്ങനെ വെച്ചിട്ട് നേരെ ഇപ്പുറത്തേക്ക് വലിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഈ സെയിം സംഭവം തന്നെ 2 മൂലയ്ക്കലും ചെയ്യുക. അപ്പോൾ നമുക്ക് ആ മൂല കറക്റ്റായിട്ട് ഇങ്ങോട്ട് വലിച്ച് പുറത്തേക്ക് എടുക്കാം. ലാസ്റ്റ് മൂല എത്തുന്ന ഇതിൽ വേണം ഇത് നൂല് വെച്ചിട്ട് വേണം സൂചി താത്തിക്കാക്കാൻ. ഉണ്ടല്ലേ? ഈ നേരെ ഇങ്ങനെ മടക്കി വയ്ക്കുക, തയ്ക്കുക. ഈ സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ ഇത് വീതിയൊക്കെ കറക്റ്റ് ചെയ്യുക. വീതി കറക്റ്റ് ചെയ്തിട്ട് നിരത്തി കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് നമ്മൾ മടക്കുക. അപ്പോൾ ഈ 2 മൂലം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിരത്തി കട്ട് ചെയ്ത് കൊടുക്കുക.
ശേഷം ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ നോക്കുക ആ നൂലുള്ള ഭാഗത്ത് നമുക്ക് കറക്റ്റായിട്ട് ആ നൂലൊന്ന് പിടിച്ചിട്ട് ഒന്ന് വലിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ മൂലയും നമ്മൾ ചെയ്യുക. അപ്പോൾ നോക്കുക, ഇത് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നേരെ നടു മടക്കിയിട്ട് ഒന്ന് സെൻറ്റർ മാർക്ക് ചെയ്യുക. സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ നോക്കുക, ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇതിൽ നമ്മൾ ചെയ്യുന്നത് നോക്കുക, ഇതിൽ നമ്മൾ സാധാരണ കോളർ ചെയ്യുന്ന പോലെയല്ല, ഇതിൽ നമ്മളിത് പുറത്തുനിന്നാണ് ആദ്യം അറ്റാച്ച് ചെയ്യുന്നത്. പുറത്തുനിന്ന് ഇതുപോലെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുക. കറക്റ്റായിട്ട് നമ്മൾ ആ കട്ടിങ്ങിലേക്ക് കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഇങ്ങോട്ട് തയ്ക്കുക. കറക്റ്റ് അളവാണ് നമുക്കിത് ഉണ്ടാവുക. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ അത് പിടിക്കുക. കറക്റ്റായിട്ട് അവിടേക്ക് പിടിച്ച് തയ്ക്കുക. അപ്പോൾ കണ്ടില്ലേ, ആ സ്റ്റിച്ചിങ് കണ്ടില്ലേ കറക്റ്റായത്. അപ്പോൾ അതേപോലെ തന്നെ തിരിച്ച് ഇപ്പുറം തയ്ക്കുക. കോളർ അറ്റാച്ചിങ് വളരെ ഈസിയാണത്. അപ്പോൾ ഈ തല എത്തുന്നതിൻ്റെ മുൻപ് തന്നെ നമ്മൾ ഈ രണ്ട് സൈഡും കൂടി ഒന്ന് പിടിച്ച് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ അവിടെ കറക്റ്റ് ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഉണ്ട് നമ്മുടെ രണ്ട് ഭാഗവും കോളർ കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് മടക്കിയിട്ട് ഉള്ളിൽ തയ്ക്കലാണ്. അപ്പോൾ ഈ നൂലുകളൊക്കെ നിൽക്കുന്നതൊന്ന് വെട്ടിക്കളയുക. അതിനുശേഷം തന്നെ കറക്റ്റായിട്ട് മടക്കി വെച്ച് തയ്ക്കുകയാണ് ചെയ്യണത് നമ്മൾ. അപ്പോൾ നമ്മൾ ഈ ഉള്ളിൽ നിൽക്കുന്ന തയ്യൽ തുമ്പുകളും ഒന്ന് ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മടങ്ങി കിട്ടും. അപ്പോൾ കോളറിൻ്റെ ഷേപ്പ് നമുക്ക് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ചെറുവക സൂത്രങ്ങളാണ് ഇതൊക്കെ. പിന്നെ നമ്മളിത് കറക്റ്റായിട്ട് വെച്ച് തയ്ക്കുക. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. അപ്പോൾ ഇത് കോളർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട പണി കഴിഞ്ഞു. പിന്നെ ഇനി ബാക്കി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പോക്കറ്റ് അറ്റാച്ച് ചെയ്യലും സ്ലീവ് അറ്റാച്ച് ചെയ്യലും മാത്രമാണ് ഇതിലുള്ളൂ. അതുപോലെ ബട്ടൺ അറ്റാച്ച് ചെയ്യലും. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഈ കോളറും അതുപോലെ ആ ഫ്രണ്ടിൽ വെക്കുന്ന ആ ഒരു 5 ഇഞ്ച് വീതിയിലുള്ള ആ ഒരു പാനലും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കട്ടിങ് വളരെ ഈസിയാണ്. സാധാരണ നമ്മൾ ചുരിദാർ നൈറ്റൊക്കെ ചെയ്യുന്ന പോലുള്ള ഒരു സംഭവം തന്നെയാണുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗത്താണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുക. അപ്പോൾ ആ ഡൗട്ട് ഇതോടുകൂടി ക്ലിയർ ആയിട്ടുണ്ടാവും നിങ്ങളുടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക, അതുപോലെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നോക്കുക, നമ്മുടെ കോളർ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. കോട്ട് കോളർ നമ്മളുടെ റെഡിയാണ്. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്ത് സൈഡ് ക്ലോസ് ചെയ്ത് ബട്ടണും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ ഇത് കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ ഷേപ്പ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ബട്ടൺ വെക്കുന്നിടത്തു നിന്നാണ് നമ്മൾ ഇത് ആ വിരിവ് കറക്റ്റ് ആവണത്. അപ്പോൾ ബട്ടൺ വെച്ചിട്ട് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. അപ്പോൾ നോക്കുക, ബട്ടൺ വെച്ച് കഴിഞ്ഞു. നമ്മൾ ബട്ടൺ വെച്ചതിന് ശേഷം നോക്കുക, കണ്ടു. അപ്പോൾ അവിടെ നിന്നാണ് ആ ബട്ടൺ വെക്കുന്നിടത്തു നിന്നാണ് ഇത് കോളർ രണ്ട് സ്ഥലത്തേക്കും ഇങ്ങനെ തുറന്നിരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ബട്ടൺ വെക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് മുകളിൽ നിന്ന് നമ്മൾ 8 ഇഞ്ചിലാണ് അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.